ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ ആൻഡ് സ്പെഷ്യൽ സെൻസസ്? ജനറലും സ്പെഷ്യൽ സെൻസസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പൊ സെൻസസിനെ രണ്ട് കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ജനറലും സ്പെഷ്യലും. ജനറൽ സെൻസസിൽ വന്നിട്ട് നമ്മുടെ ബോഡി ത്രൂ ഔട്ട് കാണപ്പെടുന്ന റിസപ്റ്റേഴ്സ് ആണുള്ളത്. അതായത് നമ്മുടെ സ്കിന്നില്, മസിൽസില്, അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗാൻസിൽ, ജോയിന്റ്സിലൊക്കെയാണ് നമുക്ക് ഈ റിസപ്റ്റേഴ്സ് ഉള്ളത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജനറൽ സെൻസസ് ആയിട്ടുള്ള ടച്ച്, പ്രഷർ, പെയിൻ, ടെമ്പറേച്ചർ എന്നിവയൊക്കെയാണ്. പിന്നെ വരുന്നത് സ്പെഷ്യൽ സെൻസസ് ആണ്. അപ്പൊ സ്പെഷ്യൽ സെൻസസിൽ വന്നിട്ട് നമ്മുടെ ഹെഡിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ഓർഗാൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള റിസപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വിഷൻ, അതുപോലെ ഹിയറിംഗ് ബാലൻസ്, സ്മെല്ല്, ടേസ്റ്റ് ഒക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സെൻസസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 categories, general and special. General senses have receptors that are found throughout the body in the skin, muscles, joints, and internal organs. Examples of general senses include touch, pressure, pain, and temperature. Special senses have receptors that are concentrated in specific organs in the head. These include vision, that is eyes, hearing and balance, ears, smell, nose, and taste, tongue. Question: describe the function of tears and the conjunctiva. കൺജങ്ക്റ്റീവയുടെയും ടിയേഴ്സിന്റെയും ഫംഗ്ഷനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഐ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് ആണ് ടിയേഴ്സും കൺജങ്ക്റ്റീവയും. അപ്പൊ കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത് നമ്മുടെ ഐലിഡ്സിന്റെ ഇൻസൈഡിലും അതുപോലെ തന്നെ ഐന്റെ ഫ്രണ്ടിലും കവർ ചെയ്ത് നിൽക്കുന്ന തിന്നും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെമ്പറൈൻ ആണ്. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ കണ്ണിനോട്ട് മൈക്രോബ്സ് എൻ്റർ ചെയ്യുന്നതിൽ പ്രിവെന്റ് ചെയ്യുകയും നമ്മുടെ കണ്ണുകൾ ലൂബ്രിക്കേറ്റ് ചെയ്യുവാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ വരുന്നത് ടിയേഴ്സ് ആണ്. അതായത് നമ്മുടെ ഐ സർഫേസിനെ മോയിസ്റ്റും ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാക്രിമൽ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ടിയേഴ്സ്. അപ്പൊ ടിയേഴ്സിനകത്തൊരു എൻസൈം ഉണ്ട്, ലൈസോസൈം പറയുന്നത്. ഇതിന് വന്നിട്ട് ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് കണ്ണിനെ ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Tears and the conjunctiva are important for protecting the eye. The conjunctiva is a thin, transparent membrane that covers the front of the eye and the inside of the eyelids. It helps to lubricate the eye and prevents microbes from entering. Tears are produced by the lacrimal glands to keep the eye surface moist and clean. They also contain an enzyme called lysozyme, which has antiseptic properties and helps to protect the eye from infections. Question: what gives the iris its color and what is its function? ഐറിസിന് അതിന്റെ കളർ നൽകുന്നത് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇപ്പൊ ഐറിസ് എന്ന് പറയുന്നത് പ്യൂപ്പിളിന് ചുറ്റും കാണപ്പെടുന്ന ഐയിൽ വരുന്ന ഒരു മസ്കുലർ പാർട്ടാണ്. ഇത് കളേർഡും കൂടിയാണ്. അപ്പൊ ഈ ഐറിസിന്റെ കളർ ഡിറ്റർമൈൻ ചെയ്യുന്നത് മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റിന്റെ എമൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് മെലാനിൻ കൂടുതലുള്ള ആളുകളുടെ കണ്ണുകൾ വന്നിട്ട് ബ്രൗൺ ഐസ് ആയിരിക്കും. അതേസമയം മെലാനിൻ കുറവുള്ള ആളുകളുടെ കണ്ണുകൾ വന്നിട്ട് ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ഐസ് ആയിരിക്കും. ഈ ഐറിസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്യൂപ്പിളിന്റെ സൈസ് കൺട്രോൾ ചെയ്യുക എന്നാണ്. അപ്പൊ അത് മാത്രമല്ല, ഇത് വന്നിട്ട് റെറ്റീനയിൽ റീച്ച് ചെയ്യുന്ന ലൈറ്റിന്റെ എമൗണ്ട് റെഗുലേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബ്രൈറ്റ് ലൈറ്റ് മൂലം ഉണ്ടാവുന്ന ഡാമേജസ് ഒക്കെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The iris is the colored muscular part of the eye that surrounds the pupil. The color of the iris is determined by the amount of a pigment called melanin. People with a lot of melanin have brown eyes, while people with less melanin have blue or green eyes. The main function of the iris is to control the size of the pupil. It regulates the amount of light that reaches the retina, protecting it from damage in bright light. Question: explain how the curvature of the lens is changed. ലെൻസിന്റെ കർവേച്ചർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ലെൻസിന്റെ കർവേച്ചർ ചേഞ്ച് ചെയ്യുന്നത് അതിനോട് ബന്ധപ്പെട്ട സീലിയറി മസിൽസും അതുപോലെ തന്നെ ലിഗമെന്റ്സിന്റെ ആക്ഷൻസ് മൂലമാണ്. അപ്പൊ ഈ ഒരു ലെൻസ് വന്നിട്ട് സീലിയറി മസിലുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള സസ്പെൻസറി ലിഗമെന്റ്സിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വ്യൂ ചെയ്യുന്ന സമയത്ത് സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യുകയും ലിഗമെന്റ്സിന്റെ ടെൻഷൻ ഇൻക്രീസ് ആവുകയും ഇതുമൂലം ലെൻസ് ഫ്ലാറ്റൻ ആവുകയും ലെസ് കർവ്ഡ് ആയി മാറുകയാണ് ചെയ്യുന്നത്.
അതേസമയം നമ്മളൊരു അടുത്തുള്ള ഒബ്ജക്റ്റ് വ്യൂ ചെയ്യുന്ന സമയത്ത് സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യിക്കും. ഇത് വന്നിട്ട് ലിഗമെന്റ്സിനെ ലൂസൻ ചെയ്യുന്നു. പിന്നീട് ലെൻസ് വന്നിട്ട് തിക്കറും അതുപോലെ തന്നെ മോർ കർവ്ഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The curvature of the lens is changed by the action of ciliary muscles and ligaments. The lens is held in place by suspensory ligaments which are attached to the ciliary muscles. When viewing a distant object, the ciliary muscles relax. This increases the tension in the ligaments, causing the lens to flatten and become less curved. When viewing a near object, the ciliary muscles contract, which loosens the ligaments, allowing the lens to become thicker and more curved. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: What is the chemical process that happens in photoreceptors when light falls on them? ഫോട്ടോറിസെപ്റ്റേഴ്സിൽ ലൈറ്റ് ഫോൾ ചെയ്യുന്ന സമയത്ത് ഫോട്ടോറിസെപ്റ്റേഴ്സിൽ സംഭവിക്കുന്ന കെമിക്കൽ പ്രോസസ്സ് എന്താണ്? അപ്പൊ ഫോട്ടോ റിസെപ്റ്റേഴ്സിലുള്ള വിഷ്വൽ പിഗ്മെന്റ്സ് ആണ് റോഡോപ്സിനും അതുപോലെ ഫോട്ടോപ്സിനും. ഈ പിഗ്മെന്റ്സ് വന്നിട്ട് റെറ്റീനലും അതുപോലെ ഓപ്സിൻ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ റെറ്റീനയിൽ ലൈറ്റ് ഫോൾ ചെയ്യുന്ന സമയത്ത് റെറ്റീനയിലുള്ള മോളിക്യൂൾസ് വന്നിട്ട് അതിന്റെ ഷേപ്സിനെ ചേഞ്ച് ചെയ്യുകയും ഓപ്സിൻ മോളിക്യൂളിൽ നിന്നും അത് ഡിസോസിയേറ്റ്സ് ആയിട്ട് വരികയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കെമിക്കൽ ചേഞ്ച് വന്നിട്ട് സീരീസ് ഓഫ് ഇവന്റ്സ് ട്രിഗർ ചെയ്യുകയും ഇത് വന്നിട്ട് ഒരു നെർവ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ലൈറ്റിന്റെ ആബ്സെൻസിൽ വന്നിട്ട് റെറ്റീനലും അതുപോലെ ഓപ്സിനും റീകമ്പൈൻ ചെയ്തിട്ട് വിഷ്വൽ പിഗ്മെന്റ് റീജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The visual pigments in photoreceptors, rhodopsin and photopsin, are key to vision. These pigments are made of retinal and opsin. When light falls on the retina, the retinal molecule changes its shape and disassociates from the opsin molecule. This chemical change triggers a series of events that lead to the generation of a nerve impulse. In the absence of light, retinal and opsin recombine to regenerate the visual pigment. Question: Why is vitamin A important for vision? എന്തുകൊണ്ടാണ് വിറ്റാമിൻ എ വിഷന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ഇപ്പൊ വിറ്റാമിൻ എ എന്ന് പറയുന്നത് വിഷന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റെറ്റീനയിലുള്ള വിഷ്വൽ പിഗ്മെന്റ്സിന്റെ ഒരു കീ കമ്പോണന്റ് ആണ് വിറ്റാമിൻ എ. അതായത് റോഡോപ്സിനിലും അതിൽ ഫോട്ടോസിനിലും കാണപ്പെടുന്ന മോളിക്യൂൾ റെറ്റീനൽ വന്നിട്ട് വിറ്റാമിൻ എയിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ വിറ്റാമിൻ എ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ വന്നിട്ട് ഈ പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത് റോഡോപ്സിനെ എഫക്ട് ചെയ്യുന്നു. റോഡോപ്സിൻ നമുക്ക് ഡിം ലൈറ്റിൽ വിഷന് ആവശ്യമാണ്. ഇപ്പൊ വിറ്റാമിൻ എന്റെ ഡെഫിഷ്യൻസി വന്നിട്ട് നൈറ്റ് ബ്ലൈൻഡ്നെസ് പോലെയുള്ള കണ്ടീഷൻസിനൊക്കെ ലീഡ് ചെയ്യുന്നു. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Vitamin A is essential for good vision because it is a key component of the visual pigments in the retina. The molecule retinal, which is part of both rhodopsin in rods and photopsin in cones, is formed from vitamin A. Without enough vitamin A, the body cannot produce enough of these pigments. This particularly affects rhodopsin, which is needed for vision in dim light. A deficiency of vitamin A can therefore lead to a condition called night blindness. Question: Explain color blindness and why it is more common in men. കളർ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. മെന്നിൽ ഇത് കൂടുതൽ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും പറയുക. ഇപ്പൊ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ഇതിനകത്ത് ഒരു വ്യക്തിക്ക് സെർട്ടൻ കളേഴ്സ് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയില്ല. മോസ്റ്റ് കോമൺ ആയിട്ട് പറയണമെങ്കിൽ റെഡും ഗ്രീനും തമ്മിലും. അപ്പൊ ഇതൊരു ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. ഇത് കോസ് ചെയ്യുന്നത് റെറ്റീനയിലുള്ള കോൺ സെൽസിന്റെ ഡിഫക്റ്റ് മൂലമാണ്. റെഡും അതുപോലെ ഗ്രീൻ കോൺ പിഗ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീൻസ് വന്നിട്ട് എക്സ് ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മെൻ എടുക്കുകയാണെങ്കിൽ മെന്നിന് ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമാണ് ഉള്ളത്. അപ്പൊ അവരുടെ സിംഗിൾ എക്സ് ക്രോമസോമിന് ഒരു ഡിഫക്റ്റീവ് ജീൻ ഉണ്ടെങ്കിൽ അത് കളർ ബ്ലൈൻഡിന് ലീഡ് ചെയ്യും. അതേസമയം വിമണിന് 2 എക്സ് ക്രോമസോമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് എഫക്ട് ചെയ്യണമെങ്കിൽ ഈ 2 ക്രോമസോമിന്റെ ഡിഫക്റ്റീവ് ജീനെയും അത് ഇൻഹെറിറ്റ് ചെയ്യണം. അതുകൊണ്ട് അത് വളരെ റയർ ആണ്. അതുകൊണ്ടാണ് മെന്നിൽ കൂടുതൽ കളർ ബ്ലൈൻഡ്നെസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Color blindness is a condition where a person is unable to distinguish between certain colors, most commonly red and green.
It is a genetic disorder caused by a defect in the corn cells of the retina. The genes responsible for producing the red and green corn pigments are located on the X chromosome. Men have one X and one Y chromosome, that is XY. So if their single X chromosome has the defective gene, they will be colorblind. Women have two X chromosomes, that is XX. So they must inherit the defective gene on both chromosomes to be affected, which is much rarer. Question: What are some ways to protect our eyes? നമ്മുടെ കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള വേസ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മുടെ കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറേ വേസ് ഉണ്ട്. അതിൽ ആദ്യത്തെ വേ എന്ന് പറയുന്നത് നല്ല ക്ലീൻ വാട്ടർ യൂസ് ചെയ്തിട്ട് കണ്ണ് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ കണ്ണിലുള്ള ഡസ്റ്റും ഇറിറ്റൻസ് ഒക്കെ പോവാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ വിറ്റാമിൻ എ റിച്ച് ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ക്യാരറ്റ്സ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത് റെറ്റീനൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു വേ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക എന്നാണ്. അതായത് കൂടുതൽ നേരം ഫോണുകളൊന്നും നോക്കാതിരിക്കുക. അങ്ങനെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഐ സ്ട്രെയിൻ കുറയുന്നു. പിന്നെ ഐ ചെക്കപ്പ് റെഗുലറായിട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഐയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും പെട്ടെന്ന് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Protecting our eyes is crucial for maintaining good vision throughout life. We should wash our eyes frequently with clean water to keep them free from dust and irritants. Eating a balanced diet rich in vitamin A, found in foods like carrots and leafy vegetables, is important for retinal health. It is also important to limit screen time on digital devices, as prolonged use can cause eye strain. Regular eye checkups can help in the early detection and treatment of any eye problems. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: What is the role of the organ of Corti? Organ of Cortiയുടെ റോള് എന്താണ്? ഇപ്പോൾ ഓർഗാൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് ഇന്നർ ഇയറിലുള്ള കോക്ലിയയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹിയറിംഗ് ഓർഗാനാണ്. ഈ ഓർഗൻ ഓഫ് കോർട്ടിനകത്ത് ആയിരക്കണക്കിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹെയർ സെൽസ് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വൈബ്രേഷൻസ് കോക്ലിയയുടെ ഫ്ലൂയിഡിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത് വന്നിട്ട് ബേസിലാർ മെമ്പറേനെയും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ സെൽസിനെയും മൂവ് ചെയ്യും. ഈ ഒരു മൂവ്മെന്റ് വന്നിട്ട് ഹെയർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് നെർവ് ഇമ്പൾസ് അവിടെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു നെർവ് ഇമ്പൾസ് ആണ് പിന്നീട് ബ്രെയിനിലോട്ട് സെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The organ of Corti is the true organ of hearing located within the cochlea of the inner ear. It is situated on the basilar membrane and runs the length of the cochlea. The organ of Corti contains thousands of tiny specialized hair cells which are the auditory receptors. When vibrations travel through the fluid of the cochlea, they cause the basilar membrane and the hair cells to move. This movement stimulates the hair cells to generate nerve impulses which are then sent to the brain. Question: How does the vestibular system work? എങ്ങനെയാണ് വെസ്റ്റിബുലാർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഇയറിൽ സെൻസ് ഓഫ് ബാലൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒരു സെമി സർക്കുലർ കനാലും അതുപോലെ തന്നെ വെസ്റ്റിബിൾസ് ആണ് ഉള്ളത്. വെസ്റ്റിബിൾ പറഞ്ഞാൽ യൂട്രിക്കിളും സാക്യുളാണ്. അപ്പോൾ ഈ സെമി സർക്കുലർ കനാലിനകത്ത് റൊട്ടേഷണൽ മൂവ്മെന്റ്സ്, ഒരു ഹെഡിന്റെ റൊട്ടേഷണൽ മൂവ്മെന്റ്സ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് ടേണിങ്ങും നോഡിങ്ങും ഒക്കെയാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. അതേസമയം യൂട്രിക്കിളും സാക്യുളും വന്നിട്ട് ലീനിയർ മൂവ്മെന്റ്സിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹെഡ് ഫ്രണ്ടിലോട്ടും അതുപോലെ മേലോട്ടും താഴോട്ടൊക്കെ മൂവ് ചെയ്യുന്നതാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് വന്നിട്ട് ഈ സ്ട്രക്ചേഴ്സിനകത്തുള്ള ഫ്ലൂയിഡിനെ ഹെയർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയും ഈ ഒരു ഇമ്പൾസ് ബ്രെയിനിലോട്ട് സെൻഡ് ചെയ്യുകയും നമ്മുടെ ബോഡിയുടെ പൊസിഷനും മോഷനും അത് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The vestibular system in the inner ear is responsible for our sense of balance. It consists of the semicircular canals and the vestibules, that is utricle and saccule. The semicircular canals detect rotational movements of the head like turning or nodding. The utricle and saccule detect linear movements like moving forward or up and down.
Movement causes fluid inside these structures to stimulate hair cells, which send signals to the brain about the body's position and motion. Question: How are papillae and taste buds related to taste? എങ്ങനെയാണ് പാപ്പിലയും ടേസ്റ്റ് ബഡ്സും ടേസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ പാപ്പിലയും ടേസ്റ്റ് ബഡ്സും വന്നിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ടേസ്റ്റ് സെൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ പാപ്പിലയിനകത്ത് നമുക്ക് സ്മോൾ ബംസ് കാണാൻ കഴിയും. ഇത് ടങ്കിന്റെ സർഫസിലാണ് വിസിബിൾ ആയിട്ട് ഉണ്ടാവുക. ഇതിനൊരു റഫ് ടെക്സ്ചർ ആണ് ഉള്ളത്. അപ്പോൾ ഈ പാപ്പിലയിനകത്താണ് ടേസ്റ്റ് ബഡ്സ് വരുന്നത്. അവിടെ വന്നിട്ട് നമുക്ക് കീമോ റിസപ്റ്റർ സെൽസിന്റെ ക്ലസ്റ്റേഴ്സ് ആണ് കാണാൻ കഴിയുക. ഓരോ ടേസ്റ്റ് ബഡിനും സ്മോൾ പോർ ഉണ്ട്, അതായത് ചെറിയ ചെറിയ ഹോളുകളുണ്ട്. അത് വന്നിട്ട് സർഫസിലോട്ട് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ സലൈവയിൽ ഡിസോൾവ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ഈ പോർസിൽ എത്തുന്ന സമയത്ത് അവിടെയുള്ള കീമോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും എന്നിട്ട് ടേസ്റ്റ് സെൻസേഷനെ അത് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Papillae and taste buds work together to allow us to sense taste. Papillae are the small bumps visible on the surface of the tongue, which give it a tough texture. Located on these papillae are the taste buds, which are clusters of chemoreceptor cells. Each taste bud has a small pore that opens out to the surface. Dissolved food particles in saliva enter these pores and stimulate the chemoreceptors, leading to the sensation of taste. Subscribe to this channel for more videos like this. Question: What are nociceptors? Nociceptors പറഞ്ഞാൽ എന്താണ്? നോസിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പെയിന് ഡിറ്റക്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൻസറി റിസപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡി മുഴുവൻ കാണപ്പെടുന്ന ഫ്രീ ആയിട്ടുള്ള നെർവ് എൻഡിങ്സ് ആണ്. അതായത് നമ്മുടെ സ്കിന്ന്, മസിൽസ്, ജോയിൻസ്, ഇന്റേണൽ ഓർഗൻസിലൊക്കെ നമുക്ക് ഈ നോസിസെപ്റ്റേഴ്സ് കാണാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ നോസിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റിമുലൈ ആണ്. സ്റ്റിമുലൈ പറയുന്നത് നമുക്ക് മെക്കാനിക്കൽ ആവാം, തെർമൽ ആവാം, അല്ലെങ്കിൽ കെമിക്കൽ ആവാം. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ് പ്രഷർ, തെർമൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹീറ്റ് അല്ലെങ്കിൽ കോൾഡ് ആവാം, കെമിക്കൽ എന്ന് പറയുന്നത് ടോക്സിക് സബ്സ്റ്റൻസ് ഒക്കെ വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോസിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്നിട്ട് ബ്രെയിനിനോട്ട് പെയിൻ സിഗ്നൽ ആയിരിക്കും സെൻഡ് ചെയ്യുക. പിന്നീട് അത് നമുക്ക് പെയിൻ ആയിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Nociceptors are a special type of sensory receptor responsible for detecting pain. They are free nerve endings found throughout the body, including the skin, muscles, joints, and internal organs. Nociceptors are activated by stimuli that have the potential to cause tissue damage. These stimuli can be mechanical or intense pressure, thermal, extreme heat or cold, or chemical, toxins or inflammatory substance. When activated, they send pain signals to the brain, alerting us to danger or injury. Question: What is the function of the Jacobson's organ in snakes? സ്നേക്സിലുള്ള ജേക്കോബ്സൺസ് ഓർഗാന്റെ ഫംഗ്ഷൻ എന്താണ്? ഇപ്പൊ ജേക്കോബ്സൺസ് ഓർഗാൻ എന്ന് പറയുന്നത് സ്നേക്സിലും അതുപോലെ മറ്റു ചില അനിമൽസിലും കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻസറി ഓർഗാൻ ആണ്. അപ്പൊ ഇതിനെ വോമറോ നാസൽ ഓർഗാൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മൗത്തിന്റെ റൂഫിലാണ്. അപ്പോൾ ഒരു സ്നേക്ക് വന്നിട്ട് അതിൻ്റെ ടങ്ക് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കഡ് ടങ്ക് യൂസ് ചെയ്തിട്ട് എയറിൽ നിന്നും ഗ്രൗണ്ടിൽ നിന്നൊക്കെ സെൻറ്റ് പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ടങ്ക് വന്നിട്ട് ഈ ജേക്കോബ്സൺസ് ഓർഗാനുമായിട്ട് ടച്ച് ചെയ്ത് പിടിക്കും. എന്നിട്ട് എന്ത് കെമിക്കൽസ് ആണ് ഇതിനകത്തുള്ളതെന്ന് അത് അനലൈസ് ചെയ്യും. അപ്പോൾ ഇത് സ്നേക്കിന് വന്നിട്ട് അതിൻ്റെ സറൗണ്ടിങ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല അവരുടെ ഇരനെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ പ്രെഡേറ്റേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനും ഇത് വളരെയധികം സ്നേക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Jacobson's organ, also known as the vomeronasal organ, is a specialized sensory organ found in snakes and some other animals. It is located in the roof of the mouth and is used to detect chemical cues, primarily for the sense of smell. A snake flicks its forked tongue to collect scent particles from the air or ground. It then touches its tongue to the Jacobson's organ, which analyzes these chemicals. This gives the snake highly detailed information about its surroundings, helping it to find prey and avoid predators. Question: Why is it recommended to limit screen time for children? കുട്ടികളിൽ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ
കുട്ടികളിൽ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സ്ക്രീൻ ടൈം കൂടുതലാവുന്നതോടുകൂടി കുട്ടികളിൽ പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ഡിജിറ്റൽ ഡിവൈസ് കൂടുതൽ നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡ്രൈ ഐസ്, അതുപോലെ ഹെഡ് ഏക്ക്, ബ്ലഡ് വിഷൻ പോലെയുള്ള കുറേ സിംറ്റംസ് വരുന്നതായിരിക്കും. ഇത് ഡിജിറ്റൽ ഐ സ്ട്രെയിനിന് കാരണമാവുന്നു. പിന്നെ ഡിജിറ്റൽ ഡിവൈസസ് കൂടുതൽ സമയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്ലീപ്പിംഗ് പാറ്റേൺസിൽ നെഗറ്റീവായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ഫിസിക്കലും മെൻ്റലും ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നു. ഇപ്പോൾ WHO സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1 വയസ്സിനും താഴെയുള്ള കുട്ടികൾക്ക് ഈ ഡിജിറ്റൽ ഡിവൈസസ് ഒന്നും കൊടുക്കാതിരിക്കുക എന്നാണ്. അതോടൊപ്പം തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം 1 മണിക്കൂർ മാക്സിമം കൊടുക്കുക, അല്ലെങ്കിൽ അതിന് കുറവ് കൊടുത്താൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The World Health Organization or WHO recommends limiting screen time for children for several health reasons. Prolonged use of digital devices can lead to digital eye strain, causing symptoms like dry eyes, headaches, and blurred vision. Excessive screen time can also negatively affect a child's sleep patterns and lead to a more sedentary lifestyle. This can impact their physical and mental health. The WHO suggests that children below 1 year should not use such devices at all, and those below 5 should have an hour or less per day. Question: What is an ophthalmologist? Ophthalmologist പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഐ കെയറിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടേഴ്സിനെയാണ് ഓഫ്തമോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവർക്ക് എല്ലാ ടൈപ്പ് ഐ ഡിസീസസും അതുപോലെ തന്നെ ഡിസോർഡേഴ്സും ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ ട്രീറ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതുമാത്രമല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ഐ സർജറീസ് ഒക്കെ ഈ ഓഫ്തമോളജിസ്റ്റ് ആണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ ഗ്ലാസസും കോണ്ടാക്ട് ലെൻസസ് ഒക്കെ ഇവർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓഫ്തമോളജിസ്റ്റ് വന്നിട്ട് ഒപ്റ്റീഷ്യനും അതുപോലെ ഓപ്റ്റോമെട്രിസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഒപ്റ്റീഷ്യൻ എന്ന് പറയുന്നത് ഐ ഗ്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്. അതേസമയം ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത് ഐ എക്സാമിനേഷൻസ് മാത്രം പെർഫോം ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരും ഓഫ്തമോളജിസ്റ്റും തമ്മിൽ വളരെയധികം ഡിഫറൻറ്റ് തന്നെയുണ്ട്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. An ophthalmologist is a medical doctor or MD who specializes in total eye care. They have completed medical school followed by specialized training in ophthalmology. Ophthalmologists are trained to diagnose, treat, and prevent all types of eye diseases and disorders. They provide comprehensive eye care, which includes prescribing glasses and contact lenses, as well as performing complex eye surgeries. This is different from an optician who provides eyeglasses or an optometrist who performs eye examinations. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.